നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിൽ വന്ദേ ഭാരതിന് നേരെ കല്ലേറ്, RPF അന്വേഷണം ആരംഭിച്ചു. വള്ളത്തോൾ AUP സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു. MES കേരള ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു. മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം നടപ്പാക്കി പോരൂർ ALP സ്കൂൾ PTA. കേരള മാപ്പിള കലാ അക്കാദമി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. തിരുനാവായ നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റിച്ചിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. 2063 കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയാണ് ഇന്നലെ കല്ലേറുണ്ടായത്. വൈകുന്നേരം 5 മണിയോടെ തിരൂരിനും താനൂരിനുമിടയിൽ വെച്ചായിരുന്നു സംഭവം. യാത്രക്കാരാണ് അധികൃതരെ വിവരം അറിയിച്ചത്. കല്ലേറിൽ C7 ബോഗിയുടെ ചില്ലിന് കേടുപാടുകൾ സംഭവിച്ചു. പാലക്കാട് RPF കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ ട്രെയിൻ നിർത്തി പ്രാഥമിക പരിശോധന നടത്തി. കേടുപാടുകൾ സാരമല്ലാത്തതിനാൽ യാത്ര തുടർന്നു. ഷൊർണൂരിൽ നിന്ന് വിശദമായ പരിശോധന നടത്തി. സംഭവത്തിൽ RPFും അന്വേഷണം ആരംഭിച്ചു. മുൻപും ഇതേ ഭാഗങ്ങളിൽ വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. തിരൂർ RPF ASI B പ്രമോദിന്റെ നേതൃത്വത്തിൽ താനൂർ ചിറക്കൽ വരെ ട്രാക്കിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. വെട്ട ന്യൂസ് തിരൂർ. കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ അവരുടെ വൈദഗ്ധ്യം തിരിച്ചറിയുന്നതിനും വള്ളത്തോൾ UP സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ ഉൾപ്പെട്ട 60 ഇനങ്ങളിലായി 170 കുട്ടികൾ മേളയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവർത്തന പരിചയ മേഖലകളിൽ ഉൾപ്പെട്ട 60 ഇനങ്ങളിലായി 170 കുട്ടികൾ മേളയിൽ പങ്കെടുത്തു. മേള കൺവീനർ NN ഫസീല പ്രവൃത്തി പരിചയത്തിന്റെ ആവശ്യകത വിശദീകരിച്ച് ക്ലാസ് എടുത്തു. സ്കൂൾ ലീഡർ ഫാത്തിമ തമൻ ആശംസകൾ അർപ്പിച്ചു. അധ്യാപകരായ CP റഷീദ, KP നസീബ്, E രഞ്ജു, ഫാത്തിമത്തുൽ ബുഷറ, P സുമ, ലിനീഷ് ആയിലോട്ട്, P സീമ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് മംഗലം. MES കേരള ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി തിരൂർ യൂണിറ്റും MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും സദേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച ജീവിതശൈലി രോഗബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ്, ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കരയുടെ അധ്യക്ഷതയിൽ MES കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി. റെയിൽവേ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസർ P സന്തോഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ റെയിൽവേ PS സെയ്ദ് മുഹമ്മദ്, റെയിൽവേ സ്റ്റേഷൻ മാനേജർ N സോമസുന്ദരൻ, റെയിൽവേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ സൗമ്യ ശങ്കർ, സെക്രട്ടറി KK റസാഖ്, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, ജില്ലാ നേതാക്കളായ ജലീൽ കൈനിക്കര, PA റഷീദ്, C മുഹമ്മദ് നിഷാദ്, സലാം P ലില്ലീസ്, PA റഷീദ്, മമ്മി ചെറുതോട്ടത്തിൽ, ഡോക്ടർ ഫാസിൽ, ഡോക്ടർ ജുനൈദ്, T ഷെഫീഖ്, നിഷ സിറാജ് എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായ ശ്രീഹരി, ഹിബ്ബ, ഡോക്ടർ ഹസ്ന, റിസ്വാൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. യാത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തി. ബെട്ട ന്യൂസ് തിരൂർ.
മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം നടപ്പാക്കി പൊറൂർ ALP സ്കൂൾ PTA മാതൃകയായി. സർക്കാർ നൽകിയ യൂണിഫോമിനോടൊപ്പം ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടികൾ. എനർജിയ 2025 കായിക പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരവുമായ U ഷറഫ് അലി സ്പോർട്സ് യൂണിഫോം പ്രകാശനവും കായിക പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. കുട്ടികളെ കായിക പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ശാരീരികവും സാമൂഹികവും വൈകാരികവുമായ വികാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായിക പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂളിൽ ഒരു കായിക ലാബ്, കരാട്ടെ, ചെസ്, കളരിപ്പയറ്റ്, സ്കേറ്റിംഗ്, നീന്തൽ, ഫുട്ബോൾ, ജിംനാസ്റ്റിക് തുടങ്ങിയ പരിശീലനങ്ങൾ, രക്ഷിതാക്കൾക്കായി കായികമേള കൂടാതെ വിവിധ മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. എന്റെ ഗോൾ ലഹരിക്കെതിരെ എന്ന സന്ദേശമുയർത്തി നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് ക്യാമ്പയിൻ കുട്ടികളിൽ ആവേശമുയർത്തി. കരാട്ടെ, കളരി എന്നിവയുടെ അഭ്യാസ പ്രകടനവും നടന്നു. കുട്ടികളാണ് ഇന്ന് ഇവിടെ പ്രദർശനവും നമ്മുടെ മുന്നിൽ ഈ വർഷം സ്കൂളിലെ കരാട്ടെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മെയ്ത്താരിയും അമ്പത്താരിയും കോൽത്താരിയും ഒക്കെ ഉൾപ്പെട്ട അനന്തമായ ഒരു ആയോധന കലയുടെ ചെറിയൊരു ഭാഗമാണ് ഈ കൊച്ചുകുട്ടികളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് സ്കൂളിൽ സ്പോർട്സ് യൂണിഫോം നടപ്പിലാക്കുന്നത്. PTA പ്രസിഡന്റ് M. മുഹമ്മദ് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ അനിത കല്ലേരി മുഖ്യാതിഥിയായിരുന്നു. SRG കൺവീനർ MK ലക്ഷ്മി ദേവി പദ്ധതി വിശദീകരിച്ചു. കല, ജലീൽ, ഷംസിയ, ബുഷ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിലെ പ്രധാന അധ്യാപിക V. ഹർഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M. ജൗഹറ നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രമുഖ ഗായിക യുംനാജിന് മെമ്പർഷിപ്പ് നൽകി ചാപ്റ്റർ പ്രസിഡന്റ് സബ്ക ഷാഫി നിർവഹിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടന്നത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ റഹ്മത്ത് നിസ, ഡോക്ടർ അനിൽ ജേക്കബ്, ഡോക്ടർ ജാസില, ഡോക്ടർ സജീർ, ശ്രീകാന്ത്, MM റഷീദ്, PV സമദ്, മുജീബ് കൂട്ടായി, ഷാഫി കുന്നത്ത്, റിഥം ഷെബീർ അലി എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ.
തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റിച്ചിംഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലത്ത് നടന്ന പരിശീലനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂലി ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നു. കുട്ടികൾ അവധിക്കാലത്ത് തയ്ച്ച ചുരിദാർ അണിഞ്ഞായിരുന്നു പ്രദർശനത്തിനെത്തിയത്. കുട്ടികൾ അവധിക്കാലത്ത് തയ്ച്ച ചുരിദാർ അണിഞ്ഞായിരുന്നു പ്രദർശനത്തിനെത്തിയത്. സ്കൂൾ മാനേജർ പ്രതിനിധി ജയറാം നൽകിയ ബെഡ്ഷീറ്റിലായിരുന്നു കുട്ടികൾ വർക്ക് ചെയ്തത്. പ്രദർശനത്തിനെത്തിയ കുട്ടികൾ തയ്ച്ച ബെഡ്ഷീറ്റുകൾ, ഡിസൈൻ ചെയ്ത ബെഡ്ഷീറ്റുകൾ, ക്രോഷ കൊണ്ട് തയ്ച്ച ഫോൺ കവറുകൾ, കുട്ടിപ്പേഴ്സുകൾ എന്നിവ പ്രദർശനത്തിന് മാറ്റുകൂട്ടി. നമ്മുടെ ഈ വർഷത്തെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ നെടുന്തൂണായിട്ടുള്ള കുട്ടികളാണ് ഇവർ വെക്കേഷനിൽ തയ്ക്കാനായിട്ട് ഒരു പ്രാക്ടീസ് കൊടുത്തിരുന്നു. അങ്ങനെ തയ്ച്ച ഡ്രസ്സാണ് ഇവർ ഇട്ടിരിക്കുന്നത്. പിന്നെ വെക്കേഷനിൽ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ബെഡ്ഷീറ്റ് നമുക്ക് ജയറാം സാറ് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നതാണ്. ഈ ഷീറ്റുകളൊക്കെ കുട്ടികൾ നമ്മുടെ പുതിയ മെഷീനിൽ തയ്ച്ചിട്ടാണ് തന്നത്. അങ്ങനെ തയ്ച്ച ഷീറ്റുകളാണിത്. ഇതിനൊക്കെ പില്ലോ ഉണ്ട്. ഇത് കുട്ടികൾ തയ്ച്ച് നിന്ന് ഇവിടെ പ്രദർശനവും വിൽപ്പനയും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ ക്രോഷ്യ കൊണ്ട് തയ്ക്കുന്ന കുട്ടികൾ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കൊല്ലുണ്ട്. അവർ തയ്ച്ച ഫോണിൻ്റെ കവറുകൾ, ചെറിയ ചെറിയ പേഴ്സുകളൊക്കെ നമ്മുടെ ഒരു പുതിയൊരു ഐറ്റമായിട്ട് ഇപ്രാവശ്യം നമ്മൾ നടത്തുകയാണ്. പിന്നെ മുടിയുമിടാനുള്ള ക്രഞ്ചസ് അവർ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ കുട്ടികളുടെ ഇക്കൊല്ലത്തെ അവധിക്കാല പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ മാനേജർ ജയറാം, ഹെഡ് മിസ്ട്രസ് ദീപ, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ, SRG കൺവീനർ നിഷാവി, സീനിയർ അധ്യാപകൻ മനോജ്, മലയാള അധ്യാപകൻ നവീൻ എന്നിവരും മറ്റു സ്റ്റാഫ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരുനാവായ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.